പുതുമയാർന്ന വ്യത്യസ്തതയാർന്ന ഡ്രൈവിംഗ് സ്കൂൾ. നിലവിലുള്ള പല ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് ജവഹർ കോളനി നിവാസികൾക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. പ്രൊപ്പറേറ്റർ മോളിക്കുട്ടി കട്ടപ്പന. ജവഹർ കോളനിയിൽ ഡ്രൈവിംഗ് പഠിക്കാത്തവരായ സ്ത്രീകൾക്ക് ഒരു സുവർണാവസരം. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. പ്രൊപ്പറേറ്റർ മോളിക്കുട്ടി കട്ടപ്പന. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. നട്ടുച്ചക്കലത്ത് ഉറക്കം വയസ്സ് കാലത്ത്. അയ്യോ, എന്നെ ഇതാരെ കൊണ്ടുപോണേ? എന്നെ ഇതാരെ കൊണ്ടുപോണേ? മനുഷ്യനെ ഞാനാ. ആഹാ, നീ ആയിരുന്നോ? ഞാൻ കരുതി വല്ല ഡാഗിനിയോ കുട്ടൂസനോ വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നെന്ന്. നാണമില്ലല്ലോ ഇപ്പോഴും പിള്ളേരുടെ കാർട്ടൂൺ സ്വപ്നം കണ്ടോണ്ട് കിടന്നുറങ്ങാൻ. ഭാരതിയെ, എന്തിനാണ് നീ എന്റെ ഉറക്കം കളഞ്ഞത്? നിങ്ങളിപ്പോ ഓട്ടോയിൽ വിളിച്ചു പറഞ്ഞോണ്ട് പോയത് കേട്ടായിരുന്നോ? എന്തുവാ, ഇനി സുനാമിയോ മറ്റോ ഉണ്ടാകുമെന്നാന്നോ? അതല്ല മനുഷ്യനെ, നമ്മുടെ ഈ കോളനിയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പോകുന്ന വിളിച്ചു പറഞ്ഞേ. ആര്? അതെനിക്കറിയില്ല, ഏതോ പെണ്ണുങ്ങളുടെ പേരാ പറഞ്ഞേ. എന്നാലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ തന്റെ ഇടമുള്ള ഏത് പെണ്ണായി ഈ കോളനിയിലുള്ളത്? അതൊക്കെ നമ്മൾ എന്തിനാ തിരക്കുന്നേ? ഏതായാലും അതൊരു നല്ല കാര്യമല്ലേ? എന്തോന്നാ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര്? സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. പഠിപ്പിക്കുന്നത് അവിടെ സ്ത്രീകളെ ആയിരിക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാ ആ സ്കൂളിന്റെ മുമ്പിൽ എപ്പോഴും ക്യൂ ആയിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യും, നീ ആ ഷർട്ടിങ് എടുത്തുണ്ടോ? മുഖം പോലും കഴുകാതെ. എന്റെ ഭാരതി, നീ ആനയെ കണ്ട് പഠിക്കും. ആന എപ്പോഴെങ്കിലും മുഖം കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അതൊരു ആനയല്ലേ? അതേടി, ഞാൻ ഇപ്പോഴും ഒരു ആന തന്നെ. ഇപ്പോ നിന്റെ പാപ്പനായി പോയെന്നേ ഉള്ളൂ. അയ്യേ, വലിയൊരു ആന വന്നിരിക്കുന്നു. പോയി ഷർട്ട് എടുത്തുണ്ടോ അടി. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ പേരുപോലെ തന്നെ അതൊരു സംഭവമായി മാറുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനി ഇവിടെ ഒരു പുകിലായിരിക്കും. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. പ്രൊപ്പറേറ്റർ മോളിക്കുട്ടി കട്ടപ്പന. ഹമ്മ 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 യേ ഹമ്മ 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 യേ ഹമ്മ 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 യേ ഹമ്മ. നിർത്ത് മനുഷ്യ, ചായ. ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ആഗ്രഹ. ഇന്നെന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നാ തോന്നുന്നേ. ഇന്നെന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നാ തോന്നുന്നേ. അതെന്താടി, നമുക്ക് ലോട്ടറി അടിച്ചോ? അടിക്കും. 10 രൂപ മുടക്കിയോ ലോട്ടറി എടുക്കാൻ പറഞ്ഞ കേക്കാത്ത ആളാ. ലോട്ടറി അടിച്ചോന്ന് നാണില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചാ. എടി, വല്ലവരും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാൽ നിനക്കെന്നാ നേട്ടം? എനിക്കെന്താ ഡ്രൈവിംഗ് പഠിച്ചാല്? പൊക്കോടാനെ മുമ്പിന്ന്. എടി, വാടക വീണ് നിരങ്ങി എന്റെ കട്ടയും പാടം മടങ്ങിയിരിക്കുക. എടി, നമ്മൾ ഈ കോളനിയിൽ പുതിയതാ, അത് നീ ഓർക്കണം. കണ്ടോ ദേഷ്യം വന്നോ? കണ്ടോ, ഞാൻ പട്ടും വളയൊന്നും മേടിച്ചു തരണമെന്ന് പറഞ്ഞില്ലല്ലോ. അതായിരുന്നെങ്കിൽ പിന്നെ കേൾക്കാൻ സുഖം ഉണ്ടായിരുന്നു. ഇതിനെന്താ കുഴപ്പം? സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിക്കുന്ന മഹാസംഭവമൊന്നും അല്ലല്ലോ. പ്ലീസ് ചേട്ടാ, എന്റെ കുഞ്ഞൊരാഗ്രഹമല്ലേ, എനിക്ക് ആ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു അഡ്മിഷൻ മേടിച്ചതാ. ഇങ്ങനെയുണ്ടോ ഒരു നിർബന്ധം? എന്നാൽ ഈ ഭർത്താക്കന്മാരുടെ ഉറക്കം കളയാൻ ഈ ബോംബുമായിട്ട് വന്നത് ആരായിരിക്കും? അവനെ എന്റെ കൈ കിട്ടരുതല്ലോ. ചൂടാകണ്ട ചേട്ടാ, അവരാരായാലും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നല്ല ബോധമുള്ളവരാ. എന്തോന്ന് എടി, ഡ്രൈവിംഗ് പഠിച്ച സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടും നിന്നോട് ആരായി പറഞ്ഞത്? ആരും പറയണ്ട. ഭൂമിശാസ്ത്രപരമായി ഞങ്ങൾ സ്ത്രീകൾ എന്നും അബലകളാ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരാനുള്ള ഞങ്ങളുടെ മാർഗമാണ് സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. ആ മാർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന അതിന്റെ പ്രൊപ്പറേറ്റർ ഞങ്ങൾക്ക് എന്നും ദൈവമാണ്. മനസ്സിലായല്ലോ? ഈ കണക്കിന് പോയാൽ ഇവളിവിടം തകർക്കും. പടച്ചട്ടയാണ് ഈ ജീവിക്കേണ്ട ഗതികേടാണല്ലോ ഈ ഡ്രൈവിംഗ് സ്കൂൾ വന്ന പിന്നെ ഇവിടുത്തെ ഭർത്താക്കന്മാർക്ക് വന്നിരിക്കുന്നു. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂൾ. പ്രൊപ്പറേറ്റർ മോളിക്കുട്ടി കട്ടപ്പന. എല്ലാവരുടെയും പരിശ്രമഫലമായി നമ്മുടെ കോളനിയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായി. ആണോ? ഞാൻ ലൈസൺ കമ്മിറ്റിയില് ഇന്ന് തന്നെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും വന്നല്ലോ.
ഹായ്. നേതാവേ, ഇത് നമ്മുടെ പഴയ കട്ടപ്പന മോളിക്കുട്ടിയല്ലേ? ഉം? ആ, 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 ആ. ഇവള് കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു. എവിടുന്നോ കുറെ കാശ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. കണ്ടില്ലേ അവളുടെ പത്രോസ്? പത്രോസും കൂടെ വന്നിട്ടുണ്ടെന്നോ? എടാ പത്രാസ്, ഗമ. ഓ, സരിഗമ. അത് ഇത്തിരി കൂടുതലുണ്ടെന്ന് ഉറപ്പാ. ആണോ? അപ്പൊ ലക്ഷ്യം എന്തായിരിക്കും? എന്തായിരിക്കും? അതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ കോളനിയുടെ മുഖഛായ തന്നെ മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. മുഖച്ചായ മാറ്റുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? പ്ലാസ്റ്റിക് സർജറി പഠിച്ചു കാണും അവള്. അതല്ല, കോളനിയെ ആകമാനം മാറ്റിമുറിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ആണോ? ഞാൻ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം സ്ഥാപനമാണെന്ന് കരുതി അതിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. എന്നെ കൊണ്ട് വയ്യ മാഡം. അങ്ങനെ തർപ്പിച്ച് പറയാൻ വരട്ടെ മണിയാ. ദാ, ഇത് മണീന് അഡ്വാൻസ്. എന്തിന്? മല ചുമക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ ഞാൻ മണീനോട് പറയുന്നത്. അതെ, ഈ മാമല ചുമക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പക്ഷെ ഈ കോളനിയിലെ വീടുകളിൽ ചെന്ന് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ മാത്രം എന്നോട് പറയരുത്. അതെനിക്ക് വയ്യ. നീ പറയണം, നീ അത് തന്നെ പറയണം മണിയാ. നിനക്കറിയോ, പണ്ട് നിന്നെപ്പോലെ ഒരാങ്ങളുണ്ടായിരുന്നു എനിക്ക്. തലയിൽ വെച്ച പേനരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് കരുതി ദാ ഈ കൈത്തണ്ടയിൽ വെച്ച ഞാൻ അവനെ വളർത്തിയത്. അയ്യോ, എന്നിട്ട് എന്തായി മാഡം? എന്താവാൻ, കൈ കടഞ്ഞപ്പോ ഞാൻ തറയിലിട്ടു. അയ്യോ, കഷ്ടം. ആ ആങ്ങളുടെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഓ. എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ മണിയാ. ഇങ്ങോട്ടെ. അപ്പോ 500. പിന്നെ സെന്റിമെന്റ്സ് പറഞ്ഞ് എന്നെ കരയിപ്പിക്കല്ലേ. 10 അല്ല 100 പേരെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ക്യാൻവാസ് ചെയ്ത് തരും. എനിക്കറിയാം നീ അതിന് മിടുക്കനാണെന്ന്. നിന്നെപ്പോലൊരാളിയാ എനിക്ക് ഈ ജവഹർ കോളനിയിൽ ആവശ്യം. ഇന്നു മുതൽ നീ എന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, സത്യം? സത്യം. അയ്യോ. മണിയെ നോക്കിക്കോ, ഓ, ഈ കോളനിയിലെ മുഴുവൻ ആളുകളെയും ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കും. അത് വേണം. എന്നിട്ടേ ഈ മോളിക്കുട്ടി കട്ടപ്പനയ്ക്ക് മടങ്ങൂ. ശരി. എന്തൊരു തങ്കപ്പെട്ട സ്വഭാവമാണ് കട്ടപ്പന മോളിക്കുട്ടി മാഡത്തിന്. ഇതാര് രമണനാ? എന്തടേ രമണ സൈക്കിളിൽ പാഞ്ഞു മറിച്ചോണ്ട് പോണത് ജെറ്റ് സ്പീഡില്? ഡേയ്, നിന്റെ പോക്കേണ്ടാ തോന്നുന്നു നേരെ നിയമസഭയിലോട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനാണെന്ന്. എന്താടേ രമണ നിനക്ക് കുഴപ്പം? നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്?
എന്തിന്റെ കേടാ ചെറുക്കാൻ നിനക്ക്? ആ ചെറുക്കാന്നൊക്കെ ആലോചിച്ച് വേണം വിളിക്കാൻ രമണ. അയ്യോ ഞാൻ അറിഞ്ഞില്ല നീ പെണ്ണാണെന്ന്. അല്ലേലും നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ പെണ്ണുങ്ങളാണ് കാണല്ലേ. ഇവിടെ കേൾക്കുന്നത് അവിടെ പറയും, അവിടെ കേൾക്കുന്നത് ഇവിടെ പറയും. ഒട്ടി ഒട്ടി നിന്നോണം. ആ ഒട്ടി ഒട്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അല്ലാന്തോന്ന്. ആ പിന്നെ പക്ഷെ ഞാൻ രമണ വളരെ ഹാപ്പിയാണ്, നിനക്കറിയാലോ. ഓ സി.എ. പ്രകാശ് കുമാറിന്റെ വീട്ടിലെ പണി പോയി കാണും നിനക്കല്ലേ? പണി പോയാ നിനക്കെന്തടേ? ഞാൻ ഈ രാവിലെ നേരം വിളക്കുമ്പോ തേരാപേരാ തെണ്ടി കിടന്ന് രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നൊന്നുമില്ലല്ലോ. നീ ആലോചിച്ച് സംസാരിക്കണം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പണിയാണ് കേട്ടല്ലേ? ഉത്തരവാദിത്തപ്പെട്ട പണി ആൾക്കാരെ കഴുതയാക്കുന്ന പണിയല്ലേ? എടാ എന്നാ അതേപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പണി ഞാനിതാ ഏറ്റെടുത്ത് കഴിഞ്ഞു. സുരസുന്ദരി ഡ്രൈവിംഗ് സ്കൂളിന്റെ ആളാണ് ഞാൻ. നീ എന്തിനാ ചിരിക്കുന്നേ? എങ്ങനെയാ ചിരിക്കാതിരിക്കും? പിന്നെ സുരസുന്ദരി എന്ന് പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ലേ അതിന്റെ ഓളിനോളായിട്ട്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒന്നുമല്ല രമണ, കീഴിലെ സ്ഥാപനമാണ്. അതായത് അതിന്റെ നാടി ഞരമ്പാണ് ഞാൻ. ഈ പറഞ്ഞ രണ്ട് സാധനം അവിടുത്തെ ഏതെങ്കിലും വണ്ടി കൊണ്ടാടാ ഞാടിയും ഞരമ്പും. അതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് ആയിട്ട് വല്ല പാണ്ടിലോർക്ക് അടി കൊണ്ടുപോയി തല വെക്കുന്നതാണ്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലടേ രമണ. ആ അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അറിയാത്ത പിള്ള ചൊറിയമ്പ അറിയും. ഏത് പെട്ടി ചൂടായി? എവിടെ പെട്ടി ചൂടായി? വായിലേറ്റം പറഞ്ഞിട്ട് നീ എവിടെ പോകുന്നത്? ആര് പോണ്? പോകുന്ന എവിടെ? ബാലൻസ് തേക്കാനുണ്ടെന്ന്. നീ കൂടുതൽ തേക്കാൻ നിന്ന് മോന്തക്കിട്ട് ഞാൻ തേക്കും. അടിച്ചല്ലേ വാങ്ങിക്കും വാ തുറന്നാ അണ്ണാ തുണി എടുക്കട്ടെ. ഇതൊരു സൂചനയാണ് കേട്ടോ, സൂചന. രമണ നീ മൂർഖം പാമ്പിനെയാണ് നോവിച്ച് വിട്ടിരിക്കുന്ന. ഓർമ്മ വേണം രമണ. രമണന് ഓർമ്മ വേണം. രമണന് ഓർമ്മയുണ്ട്. നിനക്ക് കൊള്ളാം. ഇതാടാ പോ. സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് കൂടി ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങുന്ന വിവരം സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു. പറഞ്ഞു തീർന്നില്ല, അതാ വരുന്ന ഒരു പുരുഷ സമൂഹം. അനിയന്മാരെ സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ. അനിയന്മാരെ ലൈസൻസ് ഉണ്ടോ? ഓ എല്ലാവർക്കും ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ കോളനിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലും ഡ്രൈവിംഗ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന സെറ്റപ്പ് ഉള്ള ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല അനിയ? സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ, അതാണ് പേര്. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ. സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ. ഇടിച്ചു കൊല്ലല്ലേ? എന്നും ഇങ്ങനെ ഉണക്ക സ്കൂട്ടറൊക്കെ ഓടിച്ചോണ്ട് നടന്നാൽ മതിയാ. 4 വീലറൊക്കെ പഠിക്കട്ടെ? പഠിക്കണമല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിട്ടെ. ഇതെന്തിനാ? ഒപ്പിടന്നേ. ഇതിൽ ഒപ്പിടുന്നതോടുകൂടി നിങ്ങൾ HLU എടുക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എന്ന് അർത്ഥം. അപ്പൊ രാവിലെ 10 മണിക്ക് കാണാം. ഓക്കെ? അയ്യോ ഇവിടെ ഒരാളുണ്ടല്ലേ, മറന്നുപോയി. ഇവിടെ തന്നെ ഇതെന്തോന്ന് ഓണത്തിന് അത്തപ്പൂക്കളായിട്ടതാ. ഓക്കെ 10:30 എത്തണം. ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശരി, സൂക്ഷിച്ചു പോണേ. ദൈവമേ 2 പേരെ കിട്ടി. കൊള്ളാം. സുരസുന്ദരി വരൂ, സ്റ്റിയറിംഗ് പിടിക്കൂ, ആനന്ദിക്കൂ. ഡ്രൈവിംഗ് പരിശീലിക്കാൻ ഒരു മാസ്മരിക ലോകം നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. ഇതാ സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ. ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങൾ വളരെ എളുപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലും മസ്തിഷ്കത്തിലും എത്തിക്കുന്ന രീതിയിൽ ഉള്ള രമണനാ. ആര്? എന്ത് രമണ? എന്നെ എന്തിനാ ഓടിക്കുന്നേ? നീ എന്തിനാ ഇങ്ങനെ ഓടിയത്? അണ്ണൻ എന്തിനാ എന്നിട്ട് ഓടിച്ചത്? അതുപോട്ട് നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇല്ല. എന്തിനാ? നിനക്ക് HL എടുക്കാൻ അറിയാം, L എടുക്കാൻ അറിയാവോ? അണ്ണാ HL ഒക്കെ ഞാൻ എന്തിനാ എടുക്കുന്നത്? കോർപ്പറേഷൻ നിനക്ക് പിന്നെ എന്തോന്ന് അറിയാടേ? നല്ല 1ാം തരം തേച്ചെടുക്കാൻ അറിയാം. ബെസ്റ്റ്, കൊള്ളാനിയ. എടാ നിന്റെ ജീവിതം തേച്ച് നീ ഇങ്ങനെ കളയും. ഡേയ് നിന്നെ ഞാൻ H എടുക്കാൻ പഠിപ്പിക്കാം. അതെന്തിനാ ഈ H എന്ന് പറഞ്ഞ? എടാ അനിയ, നീളത്തിലുള്ള 4 കമ്പികൾ ഇങ്ങനെ കുഴിച്ചിട്ടാക്കി. അതിനിടയുണ്ട്. അതിനിടയിലൂടെ ഇങ്ങനെ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഈ ചക്കട വണ്ടിക്ക് H കിട്ടും. അപ്പൊ എനിക്ക് ഈ H കിട്ടുന്ന എന്തൊരു ഗുണമാ? എടാ നീ ഒരു ഡ്രൈവർ ആവൂലേ? തന്നെ. അണ്ണാ അപ്പൊ ഈ കമ്പി തട്ടി വീണാലോ? എങ്കിൽ നിന്നെ ഞാൻ തട്ടും. വള വാച ഓടിക്കാതെ നോക്ക്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിട്. അണ്ണാ എന്തിനാ ഒപ്പിടുന്നതിന്? ഓ നിനക്കൊരു ഉമ്മരെ. എടാ നീ ഇതിൽ ഒപ്പിടുന്നതോട് കൂടി സുരസുന്ദരി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിയായി കഴിഞ്ഞു. അണ്ണാ എനിക്ക് പഠിക്കണ്ട, ഇവിടെ ഒരുപാട് ജോലി കിടപ്പുണ്ട്. സാമദ്രോഹി. ഹായ്.
ഡീ പോയി ചോറ് വിളമ്പ്. ഇവിടെ ഇന്നൊന്നും വെച്ചില്ല. അതെന്താ? ഇന്നിവിടെ സമരം. എന്തിന്? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. എടി എനിക്കതിന് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. അതിന് നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? എനിക്ക് സുരസുന്ദരിയിൽ ചേർന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് വേണം നിനക്ക് എന്നോട് ഒരു കാറ് മേടിച്ചു തരാൻ പറയാൻ, അല്ലയോ? കാറിന്റെ കാര്യം പിന്നെയല്ലേ, എനിക്കിപ്പൊ ഡ്രൈവിങ്ങിന് പോയാൽ മാത്രം മതി. ഇല്ല, നിന്റെ ഈ ആഗ്രഹം മാത്രം നടക്കില്ല മോളെ. വാശിയാണോ? എന്നാ ഞാനും വാശിയില്ല. വെക്കാനും വിളമ്പാനും മാത്രമുള്ള നല്ല സ്ത്രീയെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞാൻ ഈ വീട്ടിലെ അടുപ്പിൽ തീ കത്തിക്കൂ. നോക്കിക്കോ. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എല്ലാത്തിനും കാരണം അവനാ, ആ മണിയൻ. അവൻ വന്ന് ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ടാ ഇത്രയ്ക്ക് ഇവള് വാശി കാണിക്കുന്നത്. അവനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഒരു മുறை വന്നു പാത്തായ നീ, ഒരു മുறை വന്നു പാത്തായ എൻ മനം വീണടിഞ്ചായോ അൻപേ യാരാലും അൻപേ അൻപേ നീ താ രാധേ, നീ എന്തോ നീ കാണിക്കുന്നത്? മിണ്ടി പോകരുത്, സകലതും തകർക്കും ഞാൻ. എന്റെ തബല കാണിച്ചു തരാൻ ഞാൻ. സുട്ടിടുവേ. തകർക്കാൻ പറ്റിയ കാര്യം എന്താ ഉണ്ടായോ? കാര്യം എന്താന്ന് പറ. നിന്നെ വല്ല തീവ്രവാദി പ്രേതം പിടികൂടിയോ? അറിയാമാട്ടെ, ഉങ്ങൾക്ക് അറിയാമാട്ടെ. ഈശ്വരാ, ഇവിടെ അദ്ദേഹത്തിന് നാഗവല്യം വല്ലതും കേറിയോ? എങ്കിൽ പിന്നെ ആ പാട്ട് ഞാൻ പാടുന്നില്ലായിരുന്നു. നീ ഒന്ന് അടങ്ങി. അറിയാമാട്ടെ, അറിയാമാട്ടെ. ഒരു മുறை വന്ന് പാർത്തായ എന്റെ നാഗവല്ലി, ഒരു പാവം ഭർത്താവിന്റെ ക്ഷമയെ നീ പരീക്ഷിക്കല്ലടി. നീ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? എന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഷോക്കില എന്റെ ശരീരത്തിൽ നാഗവല്ലി കയറിയത്. ഇപ്പോഴും പോയിട്ടില്ല. പഠിപ്പിക്കാന്ന് പറ ചേട്ടാ. എന്നാ താനെ പൊക്കോളും. അതാണ് കാര്യം. സാരമില്ല നാഗവല്ലി, ഈ ജന്മം ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പോ നാഗവല്ലിക്ക് പോണ്ടയോ? എടി വാടക കൊടുക്കണ്ടല്ലോ, 2 ദിവസം ഇവിടെ താമസിക്കട്ടെ. ആ വേണമെങ്കിൽ ഞാൻ നിനക്ക് 2 ചിലങ്ക സംഘടിപ്പിച്ചു തരാം. നിനക്ക് ശരിക്കൊന്ന് ചൂട് വയ്ക്കാമല്ലോ. ഭാവിയിലൊരു ബാലറ്റ് തുടങ്ങിയാൽ എനിക്ക് പാടുകയും ചെയ്യാം, നിനക്ക് ആടുകയും ചെയ്യാം. വേറെ ആളെ തപ്പി അങ്ങ് പോകണ്ടല്ലോ. അവളും അവിടെ നാഗവല്ലി. എടി നാഗവല്ലി, ഇവക്കെട്ടുന്ന പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ലോകത്തൊരു ഭർത്താവിന് മുമ്പിലും ഭാര്യമാരിങ്ങനെ അഭിനയിക്കരുത്. ഞാൻ ആരാന്നറിയാമോ? അയ്യോ, എനിക്കറിയില്ലേ. ഞാനാണ് 1008 വർഷം മുമ്പ് മരിച്ചു മണ്ണടിഞ്ഞ മാമ്പള്ളി കോവിലകത്തെ മഹാമാന്ത്രികനായ കുലശേഖര പൊതുവാൾ. ഇവിടെ വന്നത് നാഗവല്ലി, നീ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. ഞാൻ നാഗവല്ലിയല്ല, രാധ രാധ രാധ. നീ ഏത് പൊന്നമ്മയായാലും നീ എനിക്ക് നാഗവല്ലിയാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. പറ, നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണോ? പറയൂ നാഗവല്ലി. എനിക്കൊന്നും പഠിക്കണ്ട. എന്റെ മോൻ മാധവനെ നീ ശല്യം ചെയ്യുമോ? ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്നാ നീ ആദ്യം പോ. ശരി. എങ്ങനെയുണ്ടായിരുന്നു? ഇത്തരം ഭാര്യമാർക്ക് ഇത് തന്നെയാ മരുന്ന്. അവള് വീണ്ടും തുടങ്ങിയോ? ഈ കലങ്ങളൊക്കെ ഉടയ്ക്കുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിപ്പിക്കലേ നിവൃത്തിയുള്ളായിരുന്നു. തല്ലി പൊട്ടിക്കലാടി.